എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീമിന്റെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ ഫലപ്രഖ്യാപനം നടത്തും. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കീമിന്റെ റിസൾട്ട് ഇന്ന് വരികയാണല്ലേ? വിദ്യാർത്ഥികളൊക്കെ എങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്? ഗുഡ് മോർണിംഗ് മനു. 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിലോളം വിദ്യാർത്ഥികളാണ് ഈ കീമിൻ്റെ പരീക്ഷാഫലം ഇന്ന് കാത്തിരിക്കുന്നത്. ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഫലമാണ്. അത് CBSEയുടെ മൂല്യനിർണ്ണയത്തിൻ്റെ ഫലങ്ങൾ കൂടി വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്ക് അത് മാറ്റിയത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് കീമിൻ്റെ CBSEയുടെ പുനഃപരിശോധനാ ഫലം ലഭ്യമായത്. ആ റീവാലുവേഷൻ്റെ ഫലം കൂടി കിട്ടിയതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിന് സമയം വേണം, അതിനൊരു അനുവാദം വേണമെന്ന് ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എൻട്രൻസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരീക്ഷാഫല പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റുകയും ചെയ്തു. ഉച്ചയോടുകൂടിയാണ് പ്രഖ്യാപനം നടക്കുക. 1 മണിക്ക് കൊച്ചിയിലുള്ള പത്തനിപ്പാലം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഈ കീമിൻ്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയോടുകൂടി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കൊക്കെ മിക്കവാറും ഇതിൻ്റെ ഒരു റീവാലുവേഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പരീക്ഷാഫലം ഓൺലൈനിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ലഭിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. എന്തായാലും പരീക്ഷാഫലം ഈ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന സൈറ്റിൽ നിന്ന് ഈ റിസൾട്ട് അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ കീമിൻ്റെ റിസൾട്ട് പരീക്ഷ അവരുടെ പാസ്വേഡ് ഉൾപ്പെടെ നൽകി കഴിഞ്ഞാൽ, അതായത് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് ഇത് റിസൾട്ട് അറിയാൻ കഴിയും. അത് പരീക്ഷാ പ്രഖ്യാപനത്തിന് അധികം വൈകാതെ തന്നെ അതിന് സാധിക്കും. എന്തായാലും വലിയ ആകാംക്ഷാപൂർവ്വം വിദ്യാർത്ഥികളൊക്കെ കാത്തിരിക്കുന്നു ഇന്ന് പരീക്ഷാഫലത്തിന് വേണ്ടിയിട്ട്. മനു.